തമ്പുരാട്ടി. അയ്യോ, കഷ്ടമായി പോയി. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് കൊണ്ടുപോകും? എന്റെ തോളത്തിൽ കൊണ്ടുപോയാലോ? വേണ്ട, അരുവിക്കരയ്ക്കാണ്. എന്തോ ഒരു ശക്തി പരസ്പരം വെട്ടിമരിക്കാൻ നാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വരുന്നൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. മാലി നിധിയൊക്കെ പിന്നെ ഉടനെ എവിടെ കൊണ്ടുപോകാം? പിന്തുടരാം. ഇപ്പൊ കള്ളിയിലെ പുറത്തായില്ലേ തമ്പുരാട്ടി? വലിയ തമ്പി അദ്ദേഹമാണ്, അരുവിക്കരയിലെ പൊന്നു തമ്പുരാനാണ് എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചത്. ചുമ്മാ പെണ്ണെ, അങ്ങനെ വിചാരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അരുവിക്കര തമ്പി എന്ന പേര് കേട്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഈ നിൽക്കുന്നതേ വേളിമല മൂപ്പന്റെ പൊന്നുമാളാണ്, ഒരു രാജ്യത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ. അറിയാമോ, ഈ തമ്പുരാട്ടി എങ്ങനെ ഒരു ഭിക്ഷന്തയെ കല്യാണം കഴിക്കും? ഹോ, ഒരു വീട് കണ്ടില്ല. അതിഥി മാധവ്, നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടവൾ ഞാനാണ്. എന്നാലും തമ്പുരാട്ടി വലിയ ചതിവായി പോയി. വെറും ഒരു എന്റെ മകൻ ആരാണെന്നറിയാതെ വെറുതെ നാവിട്ട് ചലിക്കാതെ. നീയും നിന്റെ കൊച്ചു തമ്പുരാട്ടിയും കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അന്തസ്സും ആഭിജാത്യവും എന്റെ മകനുണ്ട്. സത്യത്തിൽ അവൻ ഞാൻ പ്രസവിച്ച മകനല്ല. അമ്മായി എന്താണ് ഈ പറയുന്നത്? അതേ കുഞ്ഞി, അതാണ് സത്യം. 30 വർഷങ്ങൾക്ക് മുൻപ് പല്ലന കൊട്ടാരത്തിലെ ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിക്ക് അന്ന് നാടുവാണിരുന്ന മാർത്താണ്ഡം വലിയ തമ്പുരാനിൽ നിന്നും ജനിച്ച ഇരട്ടപെറ്റ ഉണ്ണികളിൽ ഒരുവനാണ് ഞാൻ എടുത്തു വളർത്തിയ എന്റെ പൊന്നു മോൻ തമ്പി. ഇരട്ടപെറ്റ മക്കൾ? അപ്പോൾ നാഗൻ? എന്റെ തമ്പുരാൻ പല്ലന കൊട്ടാരത്തിലാണെന്നോ? എന്റെ അവിവേകത്തിന് മാപ്പ് തരണം. ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയ പട്ടാളക്കാരിൽ ഒരുവനായ രാമൻ എന്റെ അനുജനായിരുന്നു. അവനാണ് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചത്. കുഞ്ഞിന് ഞാൻ തമ്പി എന്ന് പേരിട്ടു. തലയിലും തറയിലും വെക്കാതെ ഞാൻ വളർത്തി. അറിവിലും ബുദ്ധിശക്തിയിലും അവൻ അഗ്രഗണ്യനായിരുന്നു. നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോ മറ്റേ ഉണ്ണിക്ക് എന്ത് സംഭവിച്ചമ്മായി? അതെനിക്കറിയില്ല. രാമന് കൊടുത്ത വാക്കനുസരിച്ച് ഈ രഹസ്യം ഇത്രയും കാലം സൂക്ഷിച്ചു. ഇതിപ്പോൾ എല്ലാവരും അറിയേണ്ട കാലമായെന്ന് എനിക്ക് തോന്നുന്നു. 30 വർഷം? അതെ, അതവൻ തന്നെ. ഞാനിവരോട് നിന്റെ കഥ പറയുകയായിരുന്നു. വേണ്ടെന്ന്, വേണ്ടെന്ന്, ഞാൻ എല്ലാം കേട്ടു. നാഗൻ? ഇതാരു കുഞ്ഞെ? എന്റെ പുതിയ സ്നേഹിതൻ നാഗൻ, കാട്ടുകൊങ്കന്റെ മകൻ. അല്ല മക്കളെ, നാഗൻ കാട്ടുകൊങ്കന്റെ മകനല്ല, പല്ലരിയിലെ കൊച്ചു തമ്പുരാനാണ്. അച്ഛാ, അതേ നാഗ, ഞാൻ നിന്റെ വളർത്തച്ഛനാണ്. ഈ നിൽക്കുന്ന തമ്പി നിന്റെ കൂടപ്പിറപ്പാണ്. ചില കഥകളെല്ലാം എനിക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു, മറ്റു ചിലതെല്ലാം ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നാഗൻ പല്ലന കൊട്ടാരത്തിലെ തമ്പുരാട്ടിയുടെ? അതെ, മറ്റേ കുഞ്ഞാണിത്. ഇവനെ ഞാൻ കാട്ടിൽ നിന്ന് കണ്ടെടുത്തു. കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഓല നോക്കൂ. ഞാൻ ഇത്രയും കാലം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പല്ലന വല്യ തമ്പുരാട്ടിയുടെ 2 ആൺകുഞ്ഞുങ്ങളിൽ ഒന്നാണിത്. സർവാധികാരിക്കാരുടെ അധികാരമോഹവും സ്വന്തം മകനെ രാജാവായി വാഴിക്കാനുള്ള ദുരാഗ്രഹവും കൊണ്ട് ഇതിനെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ ഞങ്ങളെ ഏൽപ്പിച്ചു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ
ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല. ഒന്നിനെ എന്റെ സ്നേഹിതൻ എടുത്തുകൊണ്ടുപോയി, മറ്റതിനെ ഞാനിതാ ഇവിടെ ഉപേക്ഷിക്കുന്നു. കണ്ടു കിട്ടുന്നവർ ഇതിനെ രക്ഷിക്കണം. ദേവി അനുഗ്രഹിക്കാതിരിക്കുകയും ഇത് രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പടയാളി അനന്തൻ. അയ്യോ ഇതാരാ? അയ്യോ അതുകൊണ്ട് കിടത്താം. അയ്യോ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം. പിടിക്കൂ. അപ്പോ കഥ അങ്ങനെയാണല്ലേ? രണ്ടെണ്ണവും മരിച്ചിട്ടില്ല. ഇനി എന്താണ് വേണ്ടത്? ആദ്യത്തെ രക്ഷയിലെ ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ രക്ഷയിലെ അവസാനത്തെ രണ്ടക്ഷരവും മൂന്നാമത്തെ രക്ഷയിലെ ആദ്യത്തെ രണ്ടക്ഷരവും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ യക്ഷിക്കാടിന് എന്നാണ്. അത് ശരി. അങ്ങനെ ഓരോ അക്ഷരങ്ങളായിട്ട് പെറുക്കി ചേർത്ത് വായിക്കുമ്പോൾ യക്ഷിക്കാടിന് വടക്ക് കിഴക്കുള്ള താലമരച്ചോട്ടിലെ നാഗപ്രതിഷ്ഠ ഉയർത്തുക എന്നാണ്. നമുക്ക് യക്ഷിക്കാട്ടിലേക്ക് നടക്കാം. ഏഴിലംപാലച്ചോട്ടിലെ നാഗപ്രതിഷ്ഠ ഉയർത്തി നോക്കുക എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഉയർത്തി നോക്കാം. പിടി. മാറി നിൽക്കുന്നു. സർപ്പരാജാവേ, ഞാനാണ് നാഗൻ. തമ്പി, അത്ഭുതം! പാമ്പിനെ കാണുന്നില്ല. പാമ്പ് എവിടെ പോയി? അയ്യോ, ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണ്ടേ? അയ്യോ,